അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇത് പവിത്രമായ ശഅബാൻ മാസമാണ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് പുണ്യങ്ങൾ വർക്കുന്ന മാസമായ റമദാൻ വരികയാണ്. ശഅബാൻ ഷഹരി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ശഅബാൻ എന്റെ മാസമാണ്. അപ്പൊ സ്വലാത്തിന്റെ മാസമാണ് ശഅബാൻ എന്നുള്ളത്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഉദുക്കുറുല്ലാഹ ഉദുക്കുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഓർമ്മിക്കുക എന്നിങ്ങനെ വളരെ സീരിയസ് ആയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതാ ഖിയാമത്ത് നാൾ വന്നു, മരണം വന്നു, ഇങ്ങനെ ഓരോ കാര്യം നിങ്ങൾ പറയുക. അപ്പൊ ആ ഖിയാമത്ത് നാൾ വന്നു എന്ന് പറയുമ്പോൾ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ, അങ്ങയുടെ മേൽ ഞാൻ സ്വലാത്ത് അധികരിപ്പിക്കാൻ നബിയെ, ഞാൻ എത്ര സ്വലാത്ത് ഞാൻ ചെല്ലണം എന്ന് ആ സഹാബി ചോദിക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞു, നിനക്ക് അതിനത്ര, നീ ഉദ്ദേശിക്കുന്നത്ര നീ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ആ റുബ്, നാലിലോ ഒരു ഭാഗം, ഒരു കാൽ ഭാഗം, ഒരു ദിവസത്തിലെ ഒരു 6 മണിക്കൂർ, അതായത് റുബ് എന്നാണ്, നാലിലൊരു ഭാഗം. അപ്പൊ വീണ്ടും നിബിധങ്ങൾ പറഞ്ഞു, നീ ജാസ്തിയാക്കിയാൽ നിനക്ക് ഹൈറാണ്. അപ്പൊ ഉബൈർ റളിയല്ലാഹു അൻഹു ഞാൻ പകുതിയാക്കാം. വീണ്ടും നിബിധങ്ങൾ പറയുന്നത്, നീ ജാസ്തിയാക്കിയത് ഹൈറാണ്. അപ്പൊ ഉബൈർ റളിയല്ലാഹു അൻഹു ഞാൻ 2 ഭാഗം തങ്ങളുടെ സ്വലാത്താക്കാം. വീണ്ടും നിബിധങ്ങൾ പറയുന്നു, നീ ജാസ്തിയാക്കിയത് ഹൈറാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഉബൈർ റളിയല്ലാഹു അൻഹു പറയാൻ, എന്റെ ദിവസം മുഴുവൻ ഇബാദത്തുകൾ, ഫർളായ ഇബാദത്തുകൾ കഴിഞ്ഞ ശേഷം, നിസ്കാരങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ ഈ സുന്നത്തുകൾ ചെയ്ത്, പിന്നെ ഞാൻ മുഴു സമയം തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലാറുണ്ട് ഏറ്റു. അപ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇദൻ തഖ്ഫി ഹമ്മുക വയഗ്ഫറു ദമ്മുക, എന്നാൽ നിന്റെ എല്ലാ ടെൻഷനും അതായി പോയിനാണ്. തഖ്ഫി, അത് നിനക്ക് ഇതാക്കും, തടയുന്നതാണ്. എല്ലാം നിന്റെ ടെൻഷൻ എല്ലാമായി. ടെൻഷൻ എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ആഖിറത്ത് എല്ലാ ടെൻഷനും നിന്റെ പോയിനാണ്. നിന്റെ എല്ലാ ദോഷങ്ങളും എന്താക്കി പൊറുക്കപ്പെടുന്നതാണ്. അപ്പൊ സ്വലാത്ത് എന്നുള്ളത് നമ്മുടെ ടെൻഷൻ മാറ്റുന്ന, ടെൻഷൻ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ചിലപ്പോ ചില കാര്യങ്ങൾ നേടാത്തതിന്റെ പേരിലാണ് ടെൻഷൻ ഉണ്ടാകുക. അപ്പോ ചില കാര്യങ്ങൾ ഉണ്ടായതിന്റെ പേരിലാണ് ടെൻഷൻ ഉണ്ടാകുക. അപ്പൊ ആ ടെൻഷൻ നീങ്ങുമ്പോൾ ഒരു രോഗമായ ഒരാൾ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ അപ്പൊ എന്താ സംഭവിക്കുക? അവിടെ ആളുടെ രോഗം മാറുകയാണ്. എന്തെങ്കിലും ഒരു ഉദ്ദേശമുള്ള ഒരാൾ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഒരു ഉദ്ദേശം പൂർത്തിയാവുകയാണ്. അപ്പൊ സ്വലാത്ത് കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും. ഒരു സ്ഥലത്ത് ഇങ്ങനെ കാണാം, എന്റെ അടുക്കൽ ആഖിറത്തിൽ, സ്വർഗത്തിൽ എന്നെക്കുള്ള ഏറ്റവും അടുത്താണ്, എന്റെ പേരിൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലിയ ആൾ, അഖറബുക്കും ഇലയ്യ, എന്നിലേക്ക് ഏറ്റവും അടുത്താണ് കൂടുതൽ സ്വലാത്ത് ചൊല്ലിയ ആള് എന്നാണ് കാണുന്നത്. അപ്പൊ സ്വലാത്ത് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രശംസിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ബാങ്കിന്റെ ശേഷം നാം പ്രാർത്ഥിക്കുന്നു. അവിടെ സ്വലാത്ത് ചൊല്ലുന്നു. അതിനുശേഷം അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ എന്ന് പറഞ്ഞിട്ട് നാം എന്താക്കുന്നു? ദ്വാരം. അപ്പോ ആ ദുആ ഒരാൾ ബാങ്കിന്റെ ശേഷം ഒരാൾ ദ്വാരുന്നാൽ അവനിക്ക് എന്റെ ഹല്ലത്തുലഹു ശഫാഅത്തി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ എന്റെ ശുപാർശ അവനിക്ക് ലഭിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് എന്നുള്ളത് നമ്മുടെ വിജയത്തിന്റെ മാർഗമാണ്. വിജയത്തിന്റെ മാർഗമാണ്. ഏത് അമലുകളും പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇല്ല സ്വലാത്ത് ഒഴിച്ചിടാം. അപ്പൊ ധാരാളം സ്വലാത്തുകൾ ഇടാം. പല രീതിയിലുള്ള സ്വലാത്ത്, വലിയ സ്വലാത്തുകൾ ചേർത്തുണ്ട്, പല പേരുകളിലുണ്ട്. സ്വലാത്ത് താജ് വലിയ സ്വലാത്താണ്. ആ സ്വലാത്ത് പറയുമ്പോൾ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ ഇങ്ങനെയാണ്. മറ്റൊന്ന് സ്വലാത്ത് നാരിയ എന്ന് പറയുന്ന ആ സ്വലാത്ത്. അതായത് അതിന്റെ നാരിയ എന്ന് പേര് കിട്ടിയത് എന്തുകൊണ്ടാണ്? നാരിയ എന്ന് പറഞ്ഞാൽ തീയാണ്. നാരിയ എന്ന് പറഞ്ഞാൽ ആ തീ കൊണ്ട്, തീ എത്ര പെട്ടെന്നാണ് പടർന്നു, അത്ര പെട്ടെന്ന് അത് എഫക്ട് ചെയ്യുമെന്നാണ് അതിന്റെ 4444 കണക്ക് വെച്ചിട്ട് ഒരാൾ പറയുകയാണെങ്കിൽ അത് ഉദ്ദേശം പൂർത്തിയാക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്വലാത്ത് തിബ്ബുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തിബ്ബുൽ ഖുലൂബി വദവാഇഹാ എന്ന് പറഞ്ഞിട്ടുള്ള രോഗശമനത്തിന്റെ ആ ഒരു മദ്ഹ് അറിയിച്ചുകൊണ്ടുള്ള ആ സ്വലാത്ത്. സ്വലാത്തുൽ ഫാത്തിഹ ഉണ്ട്, സ്വലാത്തുൽ നൂറുണ്ട്. ഇങ്ങനെ പല സ്വലാത്തുകളുണ്ട്. ഏത് സ്വലാത്തുകളും നമുക്ക് ചൊല്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ധാരാളം സ്വലാത്തുകൾ നാം ചൊല്ലണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പൊ സ്വലാത്ത് ചൊല്ലിയാൽ ഒരാളുണ്ടാവില്ല, അവൾ നഷ്ടമാവുകയില്ല. കാരണം ആ സമയം എന്താണ്? അപ്പൊ സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മൾ മനസാന്നിധ്യത്തോടെ നല്ല എനിക്ക് സ്വലാത്ത് ചെയ്യാൻ കൂടുതൽ പോരാ. ചിലർ പറയുന്നുണ്ട് സ്വലാത്ത് എങ്ങനെ ചെയ്യാൻ മതിയാവും. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ സ്വലാത്ത് ചെല്ലുമ്പോൾ എന്ത് വേണം? നമ്മുടെ മനസ്സിൽ നല്ല മദീനെ റസൂലുള്ളാഹിനെ ഇങ്ങനെ ഓർമ്മിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ മഹത്വങ്ങൾ സ്വലാത്ത് ചെല്ലുമ്പോൾ കൂടുതൽ നമ്മളിങ്ങനെ എന്താണ് മനസാന്നിധ്യത്തിൽ ഇങ്ങനെ സ്വലാത്ത് ചെയ്യാൻ കൂടി കിട്ടുമെങ്കിൽ, മനസാന്നിധ്യം ഉണ്ടെങ്കിൽ അതിന്റെ പവർ എത്രയാണ് നമ്മൾ മനസ്സിലാക്കണം.
അപ്പോൾ നമ്മുടെ സ്വലാത്തുകൾ കൊണ്ടുപോകാൻ വേണ്ടി മലക്കുകളുണ്ട്. വെള്ളിയാഴ്ചയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അതിന് ഡയറക്റ്റായിട്ട് ആ സ്വലാത്തുകളെ സ്വീകരിക്കുമെന്നുള്ളതാണ്. അല്ലാഹു തആല ധാരാളം സ്വലാത്ത് ചെല്ലുന്ന മുഅ്മിനീങ്ങൾ നമ്മുടെ അല്ലാഹു തആല കൊടുക്കും. ആ സ്വലാത്ത് കൊണ്ട് നമുക്ക് ഈ ദുനിയാവും ആഖിറവും നേടണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ നിസ്കാരം ശരിപ്പെടുത്തണം. നമ്മൾ സ്വലാത്ത് ചെല്ലുമ്പോൾ അതുകൊണ്ട് ദ്വാരപ്പെടുന്നു. നിസ്കാരത്തിൽ ഇഖ്ലാസോടെ ഖുശൂഅോടെ നിസ്കരിക്കണം. നിസ്കാരം ഇല്ലാത്ത ഒരു സ്വലാത്ത് ആയില്ല. നിസ്കാരം 5 നേരത്തിൽ കളാവാതെ കൃത്യമായി നിസ്കരിച്ചോളൂ. അല്ലാതെ വെറും സ്വലാത്തിൽ നിസ്കാരത്തിന് അങ്ങനെ കളായിക്കൊണ്ട് അങ്ങനെ ജീവിക്കുന്ന ആ പരിപാടി ഉണ്ടാകും. വലുമായ അബുദ. അപ്പോ നിസ്കാരം എന്ന് പറയുന്നത് എന്താ? നിസ്കാരത്തിന് സ്വലാത്ത് ഉണ്ട്. ആ സ്വലാത്ത് നിർബന്ധമാണ്. അപ്പൊ നിർബന്ധമായ സ്വലാത്ത് ഇല്ലാതെ സുന്നത്തായ സ്വലാത്തിന്റെ അവസ്ഥ എന്താ? അപ്പൊ നിസ്കരിക്കാത്ത ഒരാൾ ഇരിക്കാണ്ട് സ്വലാത്ത് ഇല്ല. അപ്പൊ എന്ത് അവിടെ അവസ്ഥ? അവൻ ഫർദ് ചെയ്യാതെ സുന്നത്തെടുക്കുന്നു എന്നുള്ളത് അതിനെന്ത് കാര്യം? അപ്പൊ എന്ത് വേണം? നിർബന്ധമായ സ്വലാത്ത് സലാമുണ്ട്. അതാണ് നിസ്കാരത്തിലുണ്ട്. അസ്സലാമു അലൈക അയ്യുഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് സലാം ചൊല്ലലുണ്ട്. ഹദീസ് അല്ലാഹു സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് സ്വലാത്തിൽ നിർബന്ധമാണ്. നിസ്കാരത്തിന്റെ ഫർദുകൾപ്പെട്ടതാണ് അത്തഹിയാത്ത്. അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം ഞങ്ങളുടെ സ്വലാത്തിന്റെ അത് നിർബന്ധമാണ്. അപ്പൊ നിർബന്ധമായ സ്വലാത്തും സലാമും എല്ലാവരും പിന്നെ സുന്നത്തായ സ്വലാത്തും സലാം. അപ്പൊ 5 നേരത്തെ നിസ്കാരം നമുക്ക് അളാവാതെ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ നിസ്കാരത്തിന്റെ കാര്യം വളരെ ഗൗരവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് നിസ്കാരം. ഖുർറത്തു ഐനി ബിസ്സലാ. നിസ്കാരത്തിലാണ് എന്റെ കൺകുളർമ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കും അങ്ങനെ നിസ്കാരത്തിൽ വളരെ താല്പര്യവും കൊതിയും ഉണ്ടാവണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പൊ ഷഅബാൻ ഈ മാസം ഇങ്ങനെ പോകും. അപ്പൊ നമ്മൾ റമദാൻ വരുമ്പോൾ എല്ലാം തുടങ്ങാമെന്ന് നമ്മൾ വിചാരിക്കരുത്. ഈ മാസത്തിൽ തന്നെ ഖത്മുകളും നല്ല കാര്യങ്ങളും കൂടുതലായി ചെയ്യാൻ നമ്മൾ താല്പര്യപ്പെടണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ധാരാളം സ്വലാത്തുകൾ ചെല്ലണം. സ്വലാത്തുകൾ നമ്മൾ മനസാന്നിധ്യത്തോടെ ചെല്ലുമ്പോൾ കൂടുതൽ പവറായി. അപ്പൊ സ്വലാത്തുകൾ പാട്ടിന്റെ രീതിയിൽ സ്വലാത്ത് ഇപ്പൊ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം സ്വലാത്ത്. അതുപോലെ സ്വലാത്തും തസ്ലീമും അസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയതി. ഇങ്ങനെ ഉണ്ട്. അപ്പൊ അതും മറ്റതാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുക, സ്വലാത്ത് പറയുക. ഒരാൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ പേര് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അത് നമ്മൾ ജീവിതത്തിൽ കൂടുതലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അവിടുത്തെ സുന്നത്തുകൾ മുറുകെ പിടിച്ചുകൊണ്ട് സുന്നത്തുസ്കാരം ധാരാളം നിസ്കരിക്കണം. സുന്നത്തുസ്കാരം ധാരാളം നിസ്കരിക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഅത്ത് ബിൻ കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു എനിക്ക് ഒരു ദിവസം പറഞ്ഞില്ലേ, റസൂലുള്ളാഹിക്ക് വല്ലാത്ത സന്തോഷമായി. അപ്പോ അവരോട് പറഞ്ഞ്, നിങ്ങൾ യാ റബിയ സൽ, നീ ചോദിക്ക്, തോറ്റാൽ നിനക്ക് നൽകപ്പെടുന്നതാണ്. എന്നോട് ചോദിക്ക്, നിനക്ക് നൽകും എന്നാണ് പറഞ്ഞത്. അപ്പോ റബീഅത്ത് ബിൻ കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, യാ നബിയെ അസ്അലുക മുറാഫഖത ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ തങ്ങളോടൊപ്പം എനിക്ക് ഇരിക്കണം. അതാണ് അവന് വിധ ചോദിക്കുന്നത്. അതാണോ വേറെ എന്തോ ചോദിച്ചുകൂടെ? അപ്പോ ആ സ്വാദ് പറയുന്നു, അത് തന്നെ എനിക്ക് വേണം. ഇപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, എനിക്ക് നീ സഹായിക്കണം സുജൂദ് അധികരിപ്പിക്കലുകൊണ്ട് എന്ന് പറഞ്ഞാൽ ധാരാളം സുന്നത്ത് നിസ്കരിക്കണം എന്നുള്ളതാണ്. ധാരാളം സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളത് റസൂലുള്ളാഹിയിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യമാണ്. അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതാണ്, റസൂലുള്ളാഹിയിലേക്ക് അടുപ്പിക്കുന്നതാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് നമ്മൾ തിരിഞ്ഞു കളഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് എത്തുന്ന പരിപാടിയില്ല. അള്ളാഹുവിലേക്ക് എത്തണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയാണ് അള്ളാഹുവിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നത്. റസൂലുള്ളാഹിന്റെ ശുപാർശ ഇല്ലാതെ രക്ഷപ്പെടൂല. റസൂലുള്ളാഹിന്റെ ശുപാർശ നമുക്ക് വേണം. അല്ലാഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശുപാർശ ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മളെ പെടുത്തി പെരുമാറണം. അപ്പൊ ഈ ഷഅബാന്റെ മഹത്വം മനസ്സിലാക്കി, ഇനി വരുന്ന റമദാനിന്റെ മഹത്വം മനസ്സിലാക്കി നാം ജീവിക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.